ഹായ്, വെൽക്കം ടു എജുബിൾസ് ലേണിംഗ്. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ കേട്ടറ്റ് എക്സാം വരികയാണ്. നമ്മൾ അവസാന സമയത്താണ് നമ്മൾ പഠനം കുറച്ചുകൂടി ഊർജിതമായി ചെയ്യാറുള്ളത്. മാത്രമല്ല, എക്സാമിൽ നമുക്ക് ഒരു പ്രയാസമായിട്ട് തോന്നുന്ന ഭാഗം അത് സൈക്കോളജിയാണ്. ചൈൽഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് പെഡഗോഗി സബ്ജക്റ്റിൽ നമ്മൾ പുലികളാണെങ്കിലും സൈക്കോളജി ചിലപ്പോൾ നമ്മൾ ഒരുപാട് കാലം നോക്കാത്തതായിരിക്കും. ചിലപ്പോൾ നോക്കിയാൽ തന്നെ നമ്മൾ കണ്ടൻ്റൊക്കെ വായിച്ചിട്ടുണ്ടാവും, പക്ഷേ എക്സാമിന് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം ചിലപ്പോൾ MCQയിൽ ഇപ്പോൾ 4 ഓപ്ഷൻസ് തന്നാൽ അതിൽ ഏറ്റവും ബെസ്റ്റ് ആൻസർ ഏതാണെന്ന് മനസ്സിലാക്കാൻ പ്രയാസമായിരിക്കും. അതുകൊണ്ട് നമ്മൾ എക്സാമിന് വേണ്ടി പഠിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ മാക്സിമം PYQ ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ എത്രത്തോളം PYQ ചെയ്യുന്നോ അത്രത്തോളം എക്സാമിൽ മാർക്ക് വാങ്ങാം. ഒരു 30 ക്വസ്റ്റ്യൻസ് സൈക്കോളജിയുടെ ഭാഗത്തുനിന്ന് ചോദിക്കുകയാണെങ്കിൽ അതിൽ പരമാവധി ഒരു 25-ന് മുകളിൽ മാർക്ക് ലഭിച്ചാൽ തീർച്ചയായും നമുക്ക് കേട്ടറ്റ് എക്സാമിന് നല്ലൊരു റിസൾട്ടോടെ തന്നെ ആദ്യഘട്ടത്തിൽ തന്നെ പാസ്സാവാം. ഇപ്പോൾ ഒരുപാട് ടീച്ചേഴ്സ് ഒരുപാട് വർഷം എഴുതിയിട്ടും എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, കേട്ടറ്റ് എക്സാം വിജയിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ അവർക്കൊരു പരിഹാരം നമ്മൾ ഏറ്റവും കൂടുതൽ PYQ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, PYQസിൻ്റെ ഒരു സെഷൻസ് ആണ്. തീർച്ചയായും നിങ്ങളത് എൻ്റെ കൂടെ തന്നെ ചെയ്ത് നോക്കുക. നമുക്ക് എന്ത് ചെയ്യാം, ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകും. ഹലോ, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടറ്റ് എക്സാമിന് 2017 ഡിസംബറിൽ ചോദിച്ച ചോദ്യങ്ങൾ, സൈക്കോളജിയുടെ 20 ചോദ്യങ്ങളായിരുന്നു ചെയ്തിരുന്നത്. ഇന്ന് നമ്മൾ അതിൻ്റെ ബാക്കി 10 ചോദ്യങ്ങളും അതുപോലെ 2017 ഓഗസ്റ്റിൽ നടന്ന മറ്റൊരു എക്സാമിൽ ചോദിച്ച സൈക്കോളജി ചോദ്യങ്ങളുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാവരും ശ്രദ്ധയോടെ കേൾക്കുക. അതുപോലെ ഓരോ ക്വസ്റ്റ്യൻസും മനസ്സിലാക്കുക. ഡൗട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് നിങ്ങൾ വിചാരിച്ചേക്കാൾ കുറച്ചും കൂടി ടഫായിട്ട് വന്നിട്ടുണ്ടാവും. ചില ചോദ്യങ്ങൾ വളരെ സിമ്പിളായിരിക്കും, റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് പ്രയാസമാവുന്ന ചോദ്യങ്ങൾ എന്ത് ചെയ്യുക, നോട്ട് ചെയ്യുക. അതുപോലെ അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കുക. ആദ്യത്തെ ചോദ്യം, പ്രകടനപര ബുദ്ധിമാപിനി ഏറ്റവും അനുയോജ്യമായത് 21ാമത്തെ ചോദ്യമാണ് കേട്ടോ. പെർഫോമൻസ് ടെസ്റ്റ് ഓഫ് ഇൻ്റലിജൻസ് ഈസ് മോസ്റ്റ് സ്യൂട്ടബിൾ ഫോർ ബധിരമൂക കുട്ടികൾക്ക്, അതായത് ഡെഫ് ആൻഡ് ഡംബ് ആയിട്ടുള്ള കുട്ടികൾ, പിന്നോക്കക്കാരായ കുട്ടികൾ ബാക്ക്വേർഡ് ചിൽഡ്രൻ, ബുദ്ധിമാന്ദ്യമുള്ള കുട്ടികൾ മെൻ്റലി റിട്ടാർഡഡ് ചിൽഡ്രൻ ആൻഡ് പ്രതിഭാസമ്പന്നനായ കുട്ടികൾ ഗിഫ്റ്റഡ് ചിൽഡ്രൻ. ഇതിൽ ആർക്കാണ് പ്രകടനപര ബുദ്ധിമാൻ, അതായത് പെർഫോമൻസ് ടെസ്റ്റ് ഓഫ് ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ട് വരുന്നത്? അതാർക്കാണ്? ഓപ്ഷൻ സി ആണ്, ബുദ്ധിമാന്ദ്യമുള്ള കുട്ടികൾക്ക്. അടുത്ത ചോദ്യം, ഒരു കുട്ടിയുടെ സാമൂഹ്യവൽക്കരണത്തിൻ്റെ പ്രാഥമിക സ്രോതസ്, അതായത് നമുക്കറിയാം പ്രാഥമിക സ്രോതസ് എന്ന് പറയുമ്പോൾ സോഷ്യലൈസേഷൻ അല്ലേ, കുട്ടികൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉണ്ടായിരിക്കേണ്ടതാണ് സോഷ്യലൈസേഷൻ. അതിൻ്റെ പ്രൈമറി സോഴ്സ് എന്തായിരിക്കും? കുടുംബമാണോ, നെയ്ബർഹുഡാണോ, സ്കൂളാണോ, റിലീജിയൻ ആണോ? ഏതായിരിക്കും ഉത്തരം? കുടുംബം അല്ലേ. പ്രൈമറി അത് കിട്ടേണ്ടത് എവിടെ നിന്നാണ്? ഫാമിലിയിൽ നിന്നാണ്. പിന്നീടാണ് അത് സ്കൂളിലേക്കും മറ്റു സൊസൈറ്റിയിലേക്കും അതുപോലെ അയൽപ്പക്കത്തിലേക്കൊക്കെ മാറാം. ഓക്കെ. അടുത്ത ചോദ്യം, അപ്രത്യക്ഷമായ ഒരു അനുബന്ധന പ്രതികരണം എന്ന് പറഞ്ഞാൽ കണ്ടീഷനഡ് റെസ്പോൺസ്. ഇത് കുറച്ച് സമയത്തിന് ശേഷം വീണ്ടും പ്രത്യക്ഷപ്പെടുന്ന പ്രതിഭാസം, അതായത് അത് ആദ്യം ഉണ്ടായിരിക്കില്ല, അതെന്ത് ചെയ്യും, കുറച്ച് നേരം നഷ്ടപ്പെടും, അല്ലെ അപ്രത്യക്ഷമാവും. അത് വീണ്ടും പിന്നെ എന്ത് ചെയ്യും, ആ റെസ്പോൺസ് വരികയാണെങ്കിൽ, കണ്ടീഷൻ റെസ്പോൺസ് വരികയാണെങ്കിൽ നമുക്കതിനെന്ത് പറയാം? വിലോപം, എക്സ്റ്റിങ്ഷൻ. ഉയർന്ന തലത്തിലുള്ള അനുബന്ധനം, അതായത് ഹയർ ഓർഡർ കണ്ടീഷനിങ്. പുനഃപ്രാപ്തി, സ്പോണ്ടാനിയസ് റിക്കവറി. ചോദക സാമാന്യവൽക്കരണം, സ്റ്റിമുലസ് ജനറലൈസേഷൻ. എന്തായിരിക്കും ഉത്തരം എന്താണ്? വീണ്ടും വരുന്നതിന് നമ്മൾ പറയുന്ന പേരാണ് സ്പോണ്ടാനിയസ് റിക്കവറി അല്ലെങ്കിൽ പുനഃപ്രാപ്തി എന്ന് പറയും. ഇവിടെ ശ്രദ്ധിക്കുക, നമ്മൾ വിലോപം എന്നുള്ളൊരു ഓപ്ഷൻ കാണാം അല്ലേ. എന്താണ് വിലോപം? കൃത്രിമ ചോദകത്തോടൊപ്പം പലതവണ സ്വാഭാവിക ചോദകം നൽകാതിരുന്നാൽ പ്രതികരണം നഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ ഇല്ലാതാവുന്നു. അടുത്ത ചോദ്യം, ഒരു നേഴ്സറി കുട്ടിയെ നിർബന്ധിച്ച് എഴുതിക്കരുത് എന്ന് പറയാനുള്ള കാരണം അല്ലേ എന്താണ്? ബുദ്ധി കുറവായതുകൊണ്ട്, ലാക്ക് ഓഫ് ഇൻ്റലിജൻസ്, സൂക്ഷ്മ പേശികളുടെ പക്വതക്കുറവ്, ലാക്ക് ഓഫ് മെച്യൂരിറ്റി ഓഫ് ഫൈൻ മോട്ടോർ മസിൽസ്. നിങ്ങൾ ശ്രദ്ധിക്കുക, ഫൈൻ മോട്ടോർ മസിൽസ് എന്നുള്ള വേർഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ സ്ഥൂല പേശികളുടെ പക്വതക്കുറവ്, ലാക്ക് ഓഫ് മെച്യൂരിറ്റി ഓഫ് ഗ്രോസ് മോട്ടോർ മസിൽസ്, ഇതും വളരെ ഇമ്പോർട്ടൻറ്റ്. ലാക്ക് ഓഫ് ഇൻട്രസ്റ്റ്. എന്തുകൊണ്ടാണ് ചെറിയ കുട്ടികളെ നിർബന്ധിച്ച് എഴുതിക്കരുത്? കാരണം കുട്ടികളുടെ ഓരോ മസിൽസും എന്ത് ചെയ്യും, ഡെവലപ്പ് ചെയ്ത് അല്ലെങ്കിൽ വികസിച്ചു വരുന്ന പ്രായമാണ്. അപ്പോൾ ചെറിയ കുട്ടികൾക്ക് ആദ്യം വികസിച്ചു വരുന്ന എന്താണ്? അവരുടെ സ്ഥൂലപേശികളാണ്. സ്ഥൂലപേശികൾ.
പിന്നീടാണ് ഫൈൻ മോട്ടോർ മസിൽസുകൾ വികസിച്ചു വരുന്നത്. അപ്പോൾ ഈ എഴുതുക എന്നുള്ളതൊക്കെ എന്തിൻ്റെ പ്രവർത്തനമാണ്? ഫൈൻ മോട്ടോർ മസിൽസിൻ്റെ പ്രവർത്തനമാണ്, സൂക്ഷ്മപേശികളുടെ പ്രവർത്തനമാണ്. അപ്പോൾ അത് പക്വതക്കുറവ് ഉണ്ടായിരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യരുത്? അവരെ നിർബന്ധിക്കരുത്. അപ്പോൾ ഉത്തരം ഏതായിരിക്കും വരിക? സൂക്ഷ്മപേശികളുടെ പക്വതക്കുറവ്. അടുത്ത ചോദ്യം, പഠന വൈകല്യങ്ങൾക്ക് അടിസ്ഥാന കാരണമാകുന്ന ഘടകം എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് ദ ബേസിക് കോസ് ഫോർ ലേണിംഗ് ഡിസബിലിറ്റി? ഏതാണ് ബേസിക്? പാരമ്പര്യം, സ്കൂൾ അന്തരീക്ഷം, സ്കൂൾ ക്ലൈമാറ്റ്, ഹെറിഡിറ്റി, സ്കൂൾ ക്ലൈമാറ്റ്, കുടുംബത്തിൻ്റെ സാമൂഹ്യ സാമ്പത്തിക നില, അതായത് സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് ഓഫ് ഫാമിലി, തെറ്റായ പഠന രീതി, ഫോൾട്ടി ലേണിംഗ്. ഏതായിരിക്കും? പ്രധാനപ്പെട്ട കാരണം എന്താണ്? അത് പാരമ്പര്യമാണ്. പാരമ്പര്യവും ജനിതകവുമാണ്. നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക, പഠന വൈകല്യത്തിൽ അന്തർഭവിച്ചിരിക്കുന്ന അടിസ്ഥാനപരമായ ഒന്നോ അതിലധികമോ മാനസിക പ്രക്രിയയിലുള്ള തകരാറോ ന്യൂനതയാണ് പഠന വൈകല്യം. നമുക്ക് ബേസിക്കലി എന്താണ് ലേണിംഗ് ഡിസബിലിറ്റി എന്ന് മനസ്സിലാക്കി വെക്കാം. പിന്നെ ഇത് ജനിതക സംബന്ധമായ, കണ്ടോ നിങ്ങൾ, ജനിതക സംബന്ധിയായ അതല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? പാരമ്പര്യ ഘടകങ്ങൾ പഠന വൈകല്യത്തിന് കാരണമാവുന്നു എന്ന് പറയാം. ജനിതകമാണ്, അതല്ലെങ്കിൽ പാരമ്പര്യ ഘടകങ്ങൾ പഠന വൈകല്യത്തിന് പ്രധാന കാരണമാണ്. അപ്പോൾ രണ്ടും നമ്മൾ ശ്രദ്ധിക്കാം. അടുത്ത ചോദ്യം, ബുദ്ധി പരീക്ഷയിൽ താഴെ സ്കോർ ലഭിക്കുന്നവരാണ് ബുദ്ധി വൈകല്യമുള്ളവർ. ഇന്റലക്ച്വൽ ഡിസബിലിറ്റി ഓർ മെന്റൽ റീട്ടാർഡേഷൻ എന്ന് പറയുന്നത് ഏത് സ്കോറിന് താഴെ വരുന്നവരാണ്? ഉത്തരം ഏതാണ്? 70 ആണോ, 120 ആണോ, 20 ആണോ, 100 ആണോ? അപ്പോൾ ഉത്തരം ഏതായിരിക്കും? 70. ഇവിടെ ശ്രദ്ധിക്കുക, നമ്മൾ 100 എന്നൊക്കെ പറയുമ്പോൾ ഒരു ആവറേജ് സ്റ്റുഡൻസിൻ്റെ ലെവലാണ് അല്ലേ? 100 to 120, 130. ഈ 130 മുകളിലൊക്കെ വരുമ്പോഴാണ് എന്ത് അവർ ഗിഫ്റ്റഡ് ആവുന്നത്. ഇവിടെ നോക്കൂ, ഒരു പൊതുവായിട്ടുള്ള ഒരു വർഗീകരണമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. 130 കൂടുതലാണെങ്കിൽ എന്ത് പറയാം? പ്രതിഭാശാലി എന്ന് പറയാം. 115 കൂടുതലാണെങ്കിൽ സുപ്പീരിയർ, ശ്രേഷ്ഠ ബുദ്ധി. 85 മുതൽ 115 വരെയാണെന്ത്? ശരാശരി. ഇതുണ്ടായിരിക്കണം. പിന്നെ 70 മുതൽ 85 വരെ വരുന്നതിന് അല്ലേ എന്ത് പറയാം? മന്ദബുദ്ധി. അതിനേക്കാൾ താഴെ വരുന്നതാണ് മെന്റൽ റീട്ടാർഡേഷൻ എന്ന് പറയാം. മൂഢബുദ്ധി, ക്ഷീണബുദ്ധി, ജഡബുദ്ധി എല്ലാം അതിൽപ്പെടും. അടുത്ത ചോദ്യം, വിവിധ ആശയങ്ങൾ ചേർത്ത് വെച്ച് പുതിയ രീതിയിൽ പ്രശ്ന പരിഹരണം നടത്തുന്ന പ്രക്രിയക്ക് ദ പ്രോസസ് ഓഫ് സോൾവിങ് പ്രോബ്ലംസ്. അപ്പോൾ സോൾവിങ് പ്രോബ്ലംസ് ബൈ എ കമ്പൈനിങ് ഐഡിയാസ് ഓർ ബിഹേവിയേഴ്സ് ഇൻ എ ന്യൂ വേസ്. അപ്പോൾ ഐഡിയകൾ നമ്മൾ എന്ത് ചെയ്യാം? ഒരു പുതിയ രീതിയിൽ, അതൊന്ന് ശ്രദ്ധിക്കാം, പുതിയ രീതിയിൽ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാം? പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ അതിന് പറയുന്ന പേരെന്താണ്? ഹ്യൂറിസ്റ്റിക്, സർഗാത്മകത, അൽഗോരിതം, മാർഗവും ലക്ഷ്യവും വിശകലനം ചെയ്യൽ. ഏതാണ് അതിൽ പെടുക? അപ്പോൾ ഉത്തരം ഏതായിരിക്കും? പുതിയ രീതിയിലാണല്ലോ, ന്യൂ വേ എന്ന് പറയുന്നില്ലേ? അതുപോലെ അല്ലേ പല ആശയങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് എന്ത് ചെയ്യാം? അതൊരു പുതിയ ഒരു ഐഡിയയിലേക്ക് കൊണ്ടുവരിക. അതിന് നമുക്ക് എന്ത് പറയാം? സർഗാത്മകത എന്ന്, അല്ലെങ്കിൽ ക്രിയേറ്റിവിറ്റി എന്ന് പറയാം. ക്രിയേറ്റിവിറ്റി എന്ന് പറയാം. അപ്പോൾ എന്താണ് സർഗാത്മകത? പൂർണ്ണമായോ ഭാഗികമായോ ഉള്ള ഒരു പുതുമയുടെ നിർമ്മിതിയാണ് സർഗപരത അല്ലെ സർഗാത്മകത. നിങ്ങളിവിടെ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടാവും. സർഗാത്മകത എന്നാണെങ്കിലും അത് നമുക്ക് എന്ത് പറയാം? സർഗപരത എന്നും പറയാം കേട്ടോ. അതുപോലെ പുതിയതും പുതുമയുള്ളതുമായ ഒരാശയത്തെയും വസ്തുവിനെയും സൃഷ്ടിക്കാനും കണ്ടെത്താനും ഒരു വ്യക്തിക്കുള്ള ശേഷിയാണ് സർഗപരത. ഇത് ഗിൽഫോർഡ് പറഞ്ഞതാണ്. ആദ്യത്തേത് സ്നാഗറും കാവോക്സ്കിയും പറഞ്ഞതാണ്. അപ്പോൾ ഇതാണ് ക്രിയേറ്റിവിറ്റിയുടെ ഡെഫിനേഷനായി നമുക്ക് പറയാം. ഇവിടെയൊക്കെ പറയുന്നത് പുതുമ വേണം. അതെന്ന് പറഞ്ഞാൽ പുതുമ, ഇവിടെയും പുതുമയുണ്ട്. അതാണ് നമ്മൾ ന്യൂ വേ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ ഹ്യൂറിസ്റ്റിക് എന്ന് പറഞ്ഞാൽ എന്താ? അതൊരു മറ്റൊരു തിയറിയാണ്, മറ്റൊരു ഐഡിയയാണ്. ആളുകൾ സാധാരണയായി പ്രശ്നപരിഹാരത്തിന് ഏറ്റവും എളുപ്പമായ മാർഗം സ്വീകരിക്കുന്ന പ്രവണത കാണിക്കുന്നു. അപ്പോൾ തീരുമാനമെടുക്കാൻ പ്രയാസമുള്ള സന്ദർഭങ്ങളിൽ തങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് ചില എളുപ്പമാർഗങ്ങൾ അവലംബിക്കാറുണ്ട്. അത്തരത്തിലുള്ള ജ്ഞാതൃപരമായ എന്ന് പറഞ്ഞാൽ കൊഗ്നിറ്റീവ്, അങ്ങനെയുള്ള എളുപ്പ വഴികൾക്കാണ് എന്ത് പറയുക? ഹ്യൂറിസ്റ്റിക്സ് എന്ന് പറയാം. ഇതും ഒന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഹ്യൂറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ അതെന്താണ്? കൊഗ്നിറ്റീവ് ഷോർട്ട് കട്ട്സുകളാണ്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ദ്വിതീയ സവിശേഷതക്ക് ഉദാഹരണം ഏത്? ദ്വിതീയ സവിശേഷത നമുക്കറിയാം, ആൽപോർട്ടിന്റെ തിയറിയാണ് അല്ലേ, ട്രേറ്റ് തിയറി. ഇവിടെ ക്വസ്റ്റ്യൻ കണ്ടോ? വിച്ച് ഓഫ് ദ ഫോളോവിങ് ക്യാൻ കൺസിഡർ എ സെക്കൻഡറി ട്രേറ്റ്? അപ്പോൾ ട്രേറ്റ് തിയറി ആയതാണ് ആൽപോർട്ടിൻ്റെ. അപ്പം അതിൽ ദ്വിതീയ നമുക്ക് എത്ര സവിശേഷതകളുണ്ട്? മുഖ്യ സവിശേഷതകൾ, കാർഡിനൽ ട്രേറ്റ്സ് എന്ന് പറയും.
അതുപോലെ കേന്ദ്ര സവിശേഷത സെൻട്രൽ ട്രേറ്റ്സ്, ദ്വിതീയ സവിശേഷത സെക്കൻഡറി. അപ്പോൾ മുഖ്യ സവിശേഷത എന്ന് പറഞ്ഞാൽ ഒരാളെക്കുറിച്ച് ഒരാളുടെ പ്രധാനമായിട്ട് ഒരാൾ ഉൾക്കൊള്ളുന്ന സവിശേഷതകൾ, ട്രേറ്റുകൾ. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഗാന്ധിജിയുടെ അഹിംസ, അതുപോലെ തന്നെ ചാർലി ചാപ്ലിൻ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖ്യ സവിശേഷത കാർഡിനൽ ട്രേറ്റ്സ് ആണ് എന്ത്? ജോക്സ്, തമാശ അല്ലെങ്കിൽ ഹാസ്യം എന്ന് പറഞ്ഞാൽ. സെൻട്രൽ ട്രേറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? കേന്ദ്ര സവിശേഷത. ഇത് എന്തിനത്ര വരില്ല? കാർഡിനൽ ട്രേറ്റിൻ്റെ അത്ര തന്നെ വരില്ലെങ്കിലും ഇതും ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. എന്ത്? സെൻട്രൽ ട്രേറ്റ് ഒരാളിൽ ഇതിൽ നമുക്ക് നോക്കാം. ഇപ്പോൾ അഗ്രസീവ്, നേതൃഗുണം, ലീഡർഷിപ്പ് അല്ലെ ഇൻ്റലിജൻസ്. അപ്പോൾ നമുക്ക് ചില ആളുകളെ കുറിച്ച് എന്ത് പറയാം? അയാൾക്ക് നല്ല ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ട്. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കി, അഹിംസ എന്ന് പറയുമ്പോൾ ഗാന്ധിജി എന്നൊരു ചിത്രം നമ്മുടെ മനസ്സിലേക്ക് വരും. അതുപോലെയാണോ ലീഡർഷിപ്പ് എന്ന് പറയുമ്പോൾ വരുന്നത്? അല്ലല്ലോ, ലീഡർഷിപ്പ്. അപ്പോൾ അതാണ് വ്യത്യാസം. കാർഡിനൽ ട്രേറ്റ്സ് പറഞ്ഞാൽ അത്രയും ഒരാളിൽ അടങ്ങിയിരിക്കുന്ന ട്രേറ്റുകൾക്ക് നമുക്ക് അങ്ങനെ പറയാം. സെൻട്രൽ ട്രേറ്റ്സ് പറഞ്ഞാൽ അത്ര വരില്ല. എന്നാൽ സെക്കൻഡറി ട്രേറ്റ്സ് എന്ന് പറഞ്ഞാൽ അത് എപ്പോഴെങ്കിലുമൊക്കെ ഉണ്ടാവുന്നതാണ്. അതാണ് ദ്വിതീയ സവിശേഷത. അപ്പം നിങ്ങൾ നോക്കൂ, ചോദ്യം നോക്കൂ. ഞാൻ പറയുന്നത് ദ്വിതീയ സവിശേഷതക്ക് ഉദാഹരണം ഏത്? അപ്പോൾ ഉത്തരം ഏതായിരിക്കും? അല്ലേ, ഫാഷനിലുള്ള താല്പര്യം. ഏതാണ്? ഫാഷനിലുള്ള ചില അങ്ങനെ ഉണ്ടല്ലോ, ഇടയ്ക്കിടയ്ക്ക് ആളുകൾക്ക് അങ്ങനെയൊക്കെ ഉണ്ടാവും ഫാഷനിലൊക്കെ താല്പര്യം. അപ്പോൾ നമുക്ക് എന്തിൽ ഉൾപ്പെടുത്താം? ദ്വിതീയ സവിശേഷത. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ പഠിച്ചു വെക്കുക. ഇത് ഉദാഹരണങ്ങളിലൂടെ മനസ്സിലാക്കാൻ ശ്രമിക്കാം. അടുത്ത ചോദ്യം നോക്കൂ. മൂല്യനിർണ്ണയത്തിൻ്റെ ലക്ഷ്യമല്ലാത്തത്, ഇവാലുവേഷൻ്റെ എയിം അല്ലാത്തത്, മുദ്രണം ചെയ്യൽ, ലാബലിംഗ്. ഒരാളെ ലാബൽ ചെയ്യാനാണോ നമ്മൾ ഇവാലുവേഷൻ നടത്തുന്നത്? ഫീഡ്ബാക്ക് നൽകൽ, നിദാനവും പരിഹാരബോധം എന്ന് പറഞ്ഞാൽ ഡയഗ്നോസിസ് ആൻഡ് റെമഡിയൽ മെഷേഴ്സ്, പ്ലേസ്മെന്റ്. അപ്പോൾ നമുക്കറിയാം ഇവാലുവേഷൻ പല കാരണത്തിന് നടക്കാറുണ്ട്. ഫീഡ്ബാക്ക് കൊടുക്കാൻ നടക്കാറുണ്ട്. ഡയഗ്നോസിസ് ആൻഡ് റെമഡിയൽ മെഷേഴ്സ്, റെമഡിയൽ ടീച്ചിങ് കൊടുക്കാൻ നമ്മൾ ഇവാലുവേഷൻ നടത്താറുണ്ട്. പ്ലേസ്മെന്റ്, ഇവാലുവേഷനിലൂടെ നമുക്ക് എന്ത് ചെയ്യാം? ആളുകൾക്കും കുട്ടികൾക്കും പ്ലേസ്മെന്റ് കൊടുക്കാം. എന്നാൽ ഒരാളെ നമ്മൾ ലാബിൽ ചെയ്യാൻ പറ്റുമോ? അവൻ ഇങ്ങനെയാണെന്ന് ഒരാളെ ലാബിൽ ചെയ്യാൻ പാടില്ല. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ആ ഓപ്ഷൻ ഒഴിവാക്കാം. മൂല്യനിർണ്ണയത്തിൻ്റെ ലക്ഷ്യമല്ലാത്തത് മുദ്രണം ചെയ്യലാണ് എന്ന് പറഞ്ഞാൽ ലാബലിംഗ്. ഈ ചോദ്യപേപ്പറിൽ അവസാനത്തെ ചോദ്യമാണ്. പല പരീക്ഷണ സന്ദർഭങ്ങളിലൂടെ ഒരു കുട്ടി സാമാന്യവൽക്കരിച്ച ഒരു ആശയത്തിലെത്തുന്നു എന്ന് പറഞ്ഞാൽ ഒരുപാട് പരീക്ഷണ സന്ദർഭങ്ങളിലൂടെ ഒരുപാട് പെർട്ടിക്കുലർ ആയിട്ടുള്ള കാര്യങ്ങളിലൂടെ എങ്ങോട്ടെത്തുന്നു? ഒരു ആശയത്തിലേക്ക്, ഒരു ജനറൽ ആയിട്ടുള്ള ആശയത്തിലേക്ക് എത്തുന്നു. അപ്പോൾ ഇത്തരം യുക്തിചിന്തയെ എന്താണ് പറയുക? ഡിഡക്റ്റീവ്, ഇൻഡക്റ്റീവ്, അല്ലേ, ഇൻഡക്റ്റോ ഡിഡക്റ്റീവ് ആൻഡ് ഇല്ലോജിക്കൽ. ഒരിക്കലും ഇല്ലോജിക്കൽ ആയിരിക്കില്ല. ബാക്കി മൂന്നെണ്ണത്തിൽ ഏതാണ്? അപ്പോൾ പാർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു കാര്യത്തിൽ നിന്ന് ജനറൽ ആയിട്ടുള്ള ഒന്നിലേക്ക് എത്തുന്നെങ്കിൽ അതിന് നമുക്ക് എന്ത് പറയാം? ഇൻഡക്റ്റീവ് കേട്ടോ, ഇൻഡക്റ്റീവ് എന്ന് അല്ലെങ്കിൽ ആഗമ ചിന്ത എന്ന് പറയാം. ഞാൻ അതിൻ്റെ ഒരു കോഡ് എപ്പോഴും നിങ്ങൾക്ക് പറയാറുണ്ട്. എന്താണ്? ഇപ്പോൾ ഡിഡക്റ്റീവ് ആണെങ്കിൽ എന്താണ്? DGP എന്ന് പറയാം. DGP എന്താണ്? ജനറൽ നിന്ന് പാർട്ടിക്കുലർ. പക്ഷെ ഇവിടെ അങ്ങനെയല്ലല്ലോ. ഇവിടെ എന്താണ്? പെർട്ടിക്കുലറിൽ നിന്ന് ജനറലിലേക്കാണ്. അപ്പോൾ ഏതാണ്? ഇൻഡക്റ്റീവ് ആണ്. ഇനി നമ്മൾ ആ വർഷം, അതായത് 2017 നേരത്തെ നമ്മൾ ചെയ്തതായിരുന്നു ഡിസംബറിലെ ഓഗസ്റ്റിൽ ചോദിച്ച ചില ചോദ്യങ്ങൾ നോക്കൂ. താഴെ പറയുന്ന പ്രസ്താവനകളിൽ അന്ത്യബാല്യത്തിൽ പ്രകടമാകാത്ത വികാസ പ്രവൃത്തി, അന്ത്യബാല്യത്തിൽ പ്രകടമാകാത്തത് ഏതാണ്? സംസാരിക്കാൻ പഠിക്കുന്നത്, സാധാരണ ഗെയിമുകൾക്ക് ആവശ്യമായ നൈപുണികൾ സ്വായത്തമാക്കുന്നത്, കൂട്ടുകാരുമായി പൊരുത്തപ്പെട്ടു പോകാൻ പഠിക്കുന്നത്, വായന, എഴുത്ത്, ഗണിതം തുടങ്ങിയ അടിസ്ഥാന ബേസിക് സ്കില്ലുകൾ എന്ത് ചെയ്യുക? കരസ്ഥമാക്കുക. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക. നമുക്കറിയാം കുട്ടികൾ ശൈശവം, അല്ലേ, ശൈശവം, അതുപോലെ ആദിബാല്യം, അന്ത്യബാല്യം, പിന്നെ കൗമാരം, ഇങ്ങനെയൊക്കെ ഓരോ ഘട്ടത്തിലും കുട്ടികൾ കാണിക്കുന്ന സ്വഭാവങ്ങളുണ്ടാവും, വികാസ പ്രവർത്തനങ്ങളുണ്ടാവും. അതാണ് ചോദിക്കുന്നത്. അപ്പം നിങ്ങൾ ഈ ഓപ്ഷൻ കാണുമ്പോൾ ഈ 4 ഘട്ടത്തിലും കുട്ടികൾക്ക് വരുന്ന മാറ്റങ്ങൾ പഠിക്കാം. അപ്പോൾ ഇവിടെ ചോദിച്ചത് അന്ത്യബാല്യം എന്ന് പറഞ്ഞാൽ ഏകദേശം എത്രയായിരിക്കും വയസ്സ്? ഏകദേശം ഒരു 9 മുതൽ 12 വയസ്സ്, അല്ലേ? 13 മുതൽ 18 വയസ്സ് നമുക്ക് കൗമാരത്തിൽ ഉൾപ്പെടുത്താം. അപ്പം ഈ അന്ത്യബാല്യത്തിൽ പ്രകടമാകാത്തത്, അപ്പോൾ പ്രകടമാകുന്നത് നോക്കൂ. കുട്ടികൾ ഗെയിം, അല്ലേ, നെസസറി ഫോർ ഓർഡിനറി ഗെയിംസ്, അത് ഇമ്പോർട്ടൻ്റാണ്. ഏത് സമയത്തുണ്ടാവും? കുട്ടികൾ അന്ത്യബാല്യത്തിൽ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. അതുപോലെ ലേണിംഗ് ടു ഗെറ്റ് അലോങ് വിത്ത്
ഏജ് മേറ്റ് എന്ന് പറഞ്ഞാൽ സ്വന്തം കൂട്ടുമായി, അതായത് നമുക്ക് പറയാം അന്തിബാല്യമാണ് ഏജ് ഓഫ് കൺഫോമിറ്റി എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരോട് യോജിച്ചു പോകുന്നത്, പൊരുത്തപ്പെട്ടു പോകുന്ന ഏജ് ഏതാണ്? ഈ അന്തിബാല്യത്തിലാണ്. അതിൽ വായന, എഴുത്ത്, ഗണിതം, കണ്ടോ ഈ മാത്സ്, ഇങ്ങനെയുള്ള ബേസിക് സ്കില്ലുകൾ കുട്ടികൾ സ്വായത്തമാക്കുന്നതും ഈ ഘട്ടത്തിലാണ്. അപ്പോൾ ഉത്തരം ഏതായിരിക്കും? ഉത്തരം, ഒരു കുട്ടി 9-ാം വയസ്സ് എത്തിയിട്ടാണോ സംസാരിക്കാൻ പഠിക്കുന്നത്? അല്ല, സിമ്പിളായിട്ട് മനസ്സിലാക്കാം. പക്ഷേ ഈ ഓപ്ഷൻ അല്ല നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഉത്തരം നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ മറ്റുള്ള ഓപ്ഷന് നോക്കിയിട്ട് അത് ഏത് കാലത്താണ് അല്ലെങ്കിൽ ഏത് ഘട്ടത്തിലാണെന്ന് മനസ്സിലാക്കുക. ഇവിടെ നോക്കൂ, അന്ത്യബാല്യത്തിന്റെ പ്രകൃതവും സവിശേഷതയും എന്ന് പറഞ്ഞിട്ട് നമ്മൾ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. സാമൂഹികാവബോധം കൂടുതൽ വികസിക്കുകയും ഉത്തരവാദിത്ത ബോധം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു, അല്ലേ? ഉത്തരവാദിത്ത ബോധം വരുന്നത് ആ ഒരു പ്രായത്തിലാണ്. അതുപോലെ യാഥാർത്ഥ്യ ബോധത്തോടു കൂടി, കൂടുതൽ യാഥാർത്ഥ്യ ബോധ്യത്തോടു കൂടി പെരുമാറുന്നു. അതുപോലെ പഠനത്തിലും കളിയിലൊക്കെ ഒരു മാത്സര്യ ബോധം അവർക്ക് ഉണ്ടാകുന്നു. അതുപോലെ വിമർശന ബുദ്ധിയോടെ കാര്യങ്ങൾ കൈമാറും. അതുപോലെ വീരാരാധന പ്രകടമാക്കുന്നു. അതുപോലെ കായിക ശക്തിയും ധൈര്യവും കുട്ടികളിൽ വർദ്ധിക്കുന്നു. സമപ്രായ സംഘപ്രവർത്തനം, പീർ ഗ്രൂപ്പ് ആക്ടിവിറ്റി നമ്മൾ പറഞ്ഞില്ല, അത് ശക്തമാവുന്നത് അപ്പോഴാണ്. അതുപോലെ ഭാഷാശേഷികൾ നമ്മൾ പറഞ്ഞില്ലേ, ഈ പഠനവുമായി ബന്ധപ്പെട്ട അതിലൊക്കെ നിപുണത നേടുന്നു. ഇത് ആ പ്രായത്തിൻ്റെ പ്രത്യേകതയാണ് കേട്ടോ. അടുത്ത ചോദ്യം, ഫ്രോയിഡിന്റെ അഭിപ്രായത്തിൽ ഏത് വ്യക്തിത്വ ഘടനയാണ് സന്തോഷ തത്വത്തിൽ അധിഷ്ഠിതമായി പ്രവർത്തിക്കുന്നത്? ഇതിൻ്റെ ഇംഗ്ലീഷ് സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം. പ്ലഷർ പ്രിൻസിപ്പിൾ, അല്ലേ? പ്ലഷർ പ്രിൻസിപ്പിളിൽ അതിൻ്റെ ബേസിക്കിൽ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇത്, ഈഗോ, സൂപ്പർ ഈഗോ, ലിബിഡോ എന്നുള്ളതൊക്കെ ആരുടെ കൺസെപ്റ്റാണ്? ഫ്രോയിഡിൻ്റെ കൺസെപ്റ്റാണ്. അതിൽ സ്ട്രക്ചർ ഓഫ് പേഴ്സണാലിറ്റി, വ്യക്തിത്വത്തിൻ്റെ സ്ട്രക്ചറിൽ പറയുന്ന 3 കാര്യങ്ങളാണ് സൂപ്പർ ഈഗോ, ഇഡ്. അപ്പം അതിൽ ഓരോന്നും ഓരോ പ്രിൻസിപ്പിളാണ്. പ്ലഷർ പ്രിൻസിപ്പിൾ ഏത് തത്വത്തിലാണ്? ഉത്തരം ഇഡാണ്. അപ്പോൾ ഇത് എന്ന് പറയാം. മറ്റുള്ളത് എന്താണ്? മറ്റുള്ളത് ഇത് പ്രിൻസിപ്പിൾ ഓഫ് പ്ലഷർ, ഈഗോ പ്രിൻസിപ്പിൾ ഓഫ് റിയാലിറ്റി, അല്ലേ? കുറച്ചും കൂടി യാഥാർത്ഥ്യ തത്വത്തിന് അടിസ്ഥാനത്തിൽ. ഇപ്പോൾ നമുക്ക് എന്ത് പറയാം? പോലീസ് ഫോഴ്സ് ഓഫ്, അല്ലേ? മനസ്സിൻ്റെ പോലീസ് ഫോഴ്സ് എന്ന് പറയുന്നത് ആരാണ്? ഈഗോ ആണ് കേട്ടോ, ഈഗോ. അതുപോലെ സൂപ്പർ ഈഗോ പ്രവർത്തിക്കുന്നത് കുറച്ചുകൂടി എന്താണ്? മൊറാലിറ്റിയുമായി ബന്ധപ്പെട്ട, കുറച്ചും കൂടി ഒരു ധാർമ്മികപരമായിട്ടുള്ള, മറ്റുള്ളവർക്ക് ഒരു ഉപദേശകനെ പോലെ പ്രവർത്തിക്കുന്ന ഒരു ഭാഗമാണ് സൂപ്പർ ഈഗോ. ഇതാണ് 3 പ്രിൻസിപ്പിൾസ്: പ്രിൻസിപ്പിൾ ഓഫ് പ്ലഷർ, പ്രിൻസിപ്പിൾ ഓഫ് റിയാലിറ്റി, പ്രിൻസിപ്പിൾ ഓഫ് മൊറാലിറ്റി. ലിബിഡോ, 4ാമത്തെ ഓപ്ഷൻ കണ്ടോ? എന്താണ് ലിബിഡോ? ഇപ്പോൾ ഫ്രോയിഡ് പറയുന്ന മറ്റൊരു കൺസെപ്റ്റാണ് ജന്മവാസനാപരവും പ്രാകൃതവുമായ ചോദനകൾ കുടികൊള്ളുന്ന ഇതാണ് ഒരു വ്യക്തിയുടെ മാനസിക പ്രവർത്തനങ്ങൾക്ക് വേണ്ട ഊർജം നൽകുന്നത്. അപ്പം ഇതിന് ഊർജം, ആ ഊർജത്തിൻ്റെ പേരാണെന്ത്? ലിബിഡോ. ഓക്കെ, ആ കൊടുക്കുന്ന ഊർജം. അപ്പോൾ പ്രാകൃതമായ ചോദനകൾ കുടികൊള്ളുന്നത് ഏതിലാണ്? ഇതിലാണ്. അതിനുള്ള ഊർജത്തിന് നമുക്ക് എന്ത് പറയാം? ലിബിഡോ എന്ന് പറയാം. ആ കൺസെപ്റ്റ് മനസ്സിലാക്കി കേട്ടോ. ഇതായിരുന്നു ഫ്രോയിഡിൻ്റെ ആദ്യകാലത്തെ ആശയങ്ങൾ. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഏറ്റവും വസ്തുനിഷ്ഠമായ മനഃശാസ്ത്ര പഠന രീതി ഏതാണ്? അപ്പോൾ നമുക്കറിയാം, വസ്തുനിഷ്ഠ എന്ന് പറയുമ്പോൾ അതെന്തായിരിക്കണം? ഒബ്ജക്റ്റീവ്, അല്ലേ? നമുക്ക് സയൻറ്റിഫിക്കൽ ആയ കാര്യങ്ങളിലൊക്കെ ഒബ്ജക്റ്റിവിറ്റിക്ക് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ താഴെ പറയുന്നതിൽ നിങ്ങൾ നോക്ക്, ഏതായിരിക്കും? അന്തർനിരീക്ഷണം, ഇൻട്രോസ്പെക്ഷൻ, ഒബ്സർവേഷൻ, ഇൻ്റർവ്യൂ, മനഃശാസ്ത്ര ശോധകങ്ങൾ. നമുക്കറിയാം സൈക്കോളജിക്കൽ ടെസ്റ്റിംഗ്, അതാണ് കുറച്ചുകൂടി എന്ത് ചെയ്യുന്നത്, ഇതിൽ ഏറ്റവും യോജിച്ചത്. കാരണം സൈക്കോളജി അതിലൊരു സയൻറ്റിഫിക് ആയിട്ടുള്ള രീതിയിൽ അത് ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പോൾ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട, അതായത് ഏറ്റവും വസ്തുനിഷ്ഠമായിട്ട് പറയാവുന്നത് ഏതായിരിക്കും? മനഃശാസ്ത്ര ശോധകങ്ങൾ അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ടെസ്റ്റിംഗ്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ സർഗാത്മകതയുമായി ബന്ധപ്പെട്ട പ്രതിരോധ തന്ത്രം ഏത് എന്ന് പറഞ്ഞാൽ ഡിഫൻസ് മെക്കാനിസം ഈസ് റിലേറ്റഡ് ടു ക്രിയേറ്റിവിറ്റി. നമ്മൾ ഒരുപാട് ഡിഫൻസ് മെക്കാനിസം പഠിച്ചിട്ടുണ്ട്. അതിൽ ക്രിയേറ്റിവിറ്റിയുമായി ബന്ധപ്പെട്ടത് ഏതാണ്? ഉത്തരം ഏതാണ്? ഉത്തരം സബ്ലിമേഷൻ ആണെന്ത്? ക്രിയേറ്റിവിറ്റിയുമായി ബന്ധപ്പെട്ട്. അപ്പോൾ റിഗ്രഷൻ, റിപ്രഷൻ ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. റിഗ്രഷൻ ഓർമ്മ ഉണ്ടാവും. എന്താണ്? ചെറിയ ഇപ്പോൾ വലിയ കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ വലിയ കുട്ടിയും വീട്ടിൽ പുതിയൊരു കുട്ടി ഉണ്ടാകുകയാണെങ്കിൽ വലിയ കുട്ടികൾക്ക് എന്ത് ചെയ്യും? തന്നോട് സ്നേഹം കുറഞ്ഞോ എന്ന് തോന്നുമ്പോൾ ചെറിയ കുട്ടികളെ പോലെ അവൻ കളിക്കും, അങ്ങനെ പെരുമാറും. അതിന് നമ്മൾ പറയുന്ന പേരാണ് റിഗ്രഷൻ. അതുപോലെ പ്രൊജക്ഷനൊക്കെ നമ്മൾ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ആ വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഏറ്റവും കുറവ് സൂക്ഷ്മപേശി ചലനം ആവശ്യമുള്ള പ്രവർത്തനം. ഇവിടെ ക്വസ്റ്റ്യനിലൊരു ട്വിസ്റ്റ് ഉണ്ട്. ഏറ്റവും കുറവ്
സൂക്ഷ്മശേഷി ഫലനം എന്ന് പറഞ്ഞാൽ സൂക്ഷ്മപേശി ചലനം അത്ര ആവശ്യമില്ലാത്തതെന്ന് അർത്ഥം. വിച്ച് ഓഫ് ദ ഫോളോവിങ് ആക്ടിവിറ്റി ഡിമാൻഡ് ലീസ്റ്റ് ഫൈനർ മോട്ടോർ ആക്ടിവിറ്റീസ്, അല്ലേ? ലീസ്റ്റ് ഫൈനർ മോട്ടോർ ആക്ടിവിറ്റി. അപ്പോൾ സൂക്ഷ്മശേഷി ഫലനം അത്ര ആവശ്യമില്ലാത്തത് ഏതാണ് ചോദിക്കുന്നത്. മിനുസമായ തറയിൽ നിന്ന് മഞ്ചാടി കുരുപ്പെറുക്കുന്നത് തീർച്ചയായും നല്ല മസിൽ, ഫൈൻ മോട്ടോർ മസിൽസ് എന്ത് ചെയ്യണം, പ്രവർത്തിക്കണം. തറയിൽ വീണ സൂചി എടുക്കുന്നത്, പേന കൊണ്ട് എഴുതുന്നത്, ക്രയോൺ പെൻസിൽ ഉപയോഗിച്ച് നിറം കൊടുക്കുന്നത്. അപ്പോൾ ക്രയോൺ പെൻസിൽ ഉപയോഗിച്ച് അത്ര സൂക്ഷ്മപേശി ചലനം ആവശ്യമില്ല. ഉത്തരം ഏതാണ്? ക്രയോൺ പെൻസിൽ ഉപയോഗിച്ച് നിറം കൊടുക്കുന്നത്. നമ്മൾ നേരത്തെ ഫസ്റ്റ് ഒരു ചോദ്യത്തിൽ പറഞ്ഞ് പേന കൊണ്ട് എഴുതുന്നത്, ഇതൊക്കെ ഫൈൻ മോട്ടോർ ആയിട്ടുള്ള പ്രവർത്തനം ആയതുകൊണ്ടാണ് കേട്ടോ അത് ഉൾപ്പെടുത്താത്തത്. അടുത്തത്, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായി ചേർത്തിരിക്കുന്ന ജോഡിയത് എന്ന് പറഞ്ഞാൽ ഓരോ മനഃശാസ്ത്രജ്ഞരെയും അവരുടെ കൺസെപ്റ്റുകളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ശരിയായി ചേർത്തിരിക്കുന്നത് ശരി ഏതാണ്? ഇതിലൊന്ന് മാത്രമേ ശരിയുള്ളൂ. ഏതാണ്? ഹയർ ഓർഡർ കണ്ടീഷനിങ് ആരുടേതാണ്? പാവ്ലോവിൻ്റെതാണ്. ഹയർ ഓർഡർ കണ്ടീഷനിങ് പാവ്ലോവുമായി ബന്ധപ്പെട്ടതല്ലേ. അപ്പോൾ പഠനത്തിൻ്റെ സാമൂഹ്യ സാംസ്കാരിക പശ്ചാത്തലം നമുക്കറിയാം. സോഷ്യോ കൾച്ചറൊക്കെ ആരുമായി ബന്ധപ്പെട്ടതാണ്? വൈഗോഡ്സ്കി, നമ്മൾ പഠിച്ചിട്ടുണ്ട്, വൈഗോഡ്സ്കിയുമായി ബന്ധപ്പെട്ടതാണ്. അതുപോലെ റീഇൻഫോഴ്സ്മെന്റ്, സ്കിന്നറുടെ റീഇൻഫോഴ്സ്മെന്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അടുത്ത ചോദ്യം, ഭയം വളരെ നന്നായി വിശദീകരിക്കാൻ ഉപയുക്തമായ പഠന സിദ്ധാന്തം ഏതാണ്? ഭയം എന്ന് പറഞ്ഞാൽ ഫിയർ ക്യാൻ ബി എക്സ്പ്ലെയിൻഡ് ബൈ ദ തിയറി ഓഫ് ക്ലാസിക്കൽ കണ്ടീഷനിങ്, ഒബ്സർവേഷണൽ ലേണിംഗ്, ലേറ്റൻ ലേണിംഗ്, കണ്ടെത്തൽ ഡിസ്കവറി ലേണിംഗ്. ഏതിലൂടെയാണ്? ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിലൂടെ തന്നെയാണ് കേട്ടോ. അതിലൂടെയാണ് നമുക്ക് ഭയം വിശദീകരിക്കാൻ പറ്റാം. അടുത്ത ചോദ്യം, നിങ്ങളുടെ പ്രൈമറി ക്ലാസ്സിലെ ഒരു കുട്ടി എപ്പോഴും കളികളിൽ വിമുഖത കാണിക്കുന്നു. ഓൾവേസ്, ഇടയ്ക്ക്, എപ്പോഴെങ്കിലും ഒന്നല്ല, എപ്പോഴും കാണിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ കുട്ടിയുടെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്. അപ്പോൾ ഈ കുട്ടിയെ പഠിക്കാൻ ഏറ്റവും അനുയോജ്യമായ മനഃശാസ്ത്ര പഠന രീതി വ്യക്തി പഠനം, കേസ് സ്റ്റഡി, അഭിമുഖം, ഇൻ്റർവ്യൂ, സർവേ, ഒബ്സർവേഷൻ. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഒരു കുട്ടിയെക്കുറിച്ച് പഠിക്കാൻ നമ്മൾ പ്രധാനമായിട്ടും യൂസ് ചെയ്യുന്ന ഒരു എന്താണ് അത്? വ്യക്തി പഠനം. ഇംഗ്ലീഷ് പറഞ്ഞാൽ എളുപ്പത്തിൽ മനസ്സിലാവും. കേസ് സ്റ്റഡിയാണ് ചെയ്യേണ്ടത്. അടുത്തത്, പരസ്പരം ബന്ധപ്പെട്ട വസ്തുതകളും ആശയങ്ങളും പൊതുവിജ്ഞാനത്തിന്റെ ഭാഗമാണ്. ഇത് ഏത് തരം ഓർമ്മയാണ്? എപ്പിസോഡിക് മെമ്മറി, എക്സ്പ്ലിസിറ്റ് മെമ്മറി, ഇംപ്ലിസിറ്റ് മെമ്മറി, സെമാൻറ്റിക് മെമ്മറി. ഉത്തരം സെമാൻറ്റിക് മെമ്മറിയാണ്. അപ്പോൾ ഇവിടെ പരസ്പരം ബന്ധപ്പെട്ട വസ്തുക്കൾ, നിങ്ങൾ ഒരു ഉദാഹരണത്തിന്, നിങ്ങൾക്കൊരു ആക്സിഡന്റ് സംഭവിച്ചു, അപ്പോൾ നിങ്ങൾ ഹെൽമെറ്റ് ഉപയോഗിച്ചില്ല. അപ്പോൾ നിങ്ങൾ അതിൽ നിന്ന് ആ ഒരു സംഭവത്തിനപ്പുറം നിങ്ങൾ എന്തൊരു കൺസെപ്റ്റ് അതിൽ നിന്ന് രൂപീകരിക്കുന്നു? നിങ്ങളെ മനസ്സിലേക്ക് വരുന്നത് ഒരു സാമാന്യവൽക്കരണം നടത്തും. എന്ന് പറഞ്ഞാൽ വാഹനത്തിൽ പോകുമ്പോൾ, ബൈക്കിൽ പോകുമ്പോൾ ഹെൽമെറ്റ് ധരിക്കണം, വളരെ ഹെൽമെറ്റ് ധരിക്കുന്നതിൻ്റെ ആവശ്യകത, അങ്ങനെയുള്ള ഒരു സാമാന്യവൽക്കരണം നടത്തും. അപ്പോൾ ഇത് നിങ്ങളെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവില്ലേ? ഇങ്ങനെയുള്ള മെമ്മറിക്കാണ് നമ്മൾ എന്ത് പറയാം? സെമാൻറ്റിക് എന്ന് പറയാം. അതുപോലെ മറ്റൊരു രീതിയാണ് എന്ത്? പൊതുവിജ്ഞാനത്തിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ. നമുക്ക് ആ വസ്തു ഓർമ്മയില്ലെങ്കിലും നമ്മൾ എന്ത് ചെയ്യും? പിന്നീട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, റിലേറ്റഡ് ആയ കാര്യങ്ങളൊക്കെ ഓർമ്മിക്കുമ്പോൾ നമുക്ക് ഇത് ഓർമ്മ വരും. അതിനാണ് സെമാൻറ്റിക് എന്ന് പറയാം. ഇപ്പോൾ എപ്പിസോഡിക് മെമ്മറി എന്ന് പറഞ്ഞാൽ സംഭവപരമായ ഓർമ്മ. ഇത് ഒരാളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട അനുഭവങ്ങളും വ്യക്തിപരമായ സംഭവം ഓർമ്മിക്കുന്നതാണ്. എന്ന് പറഞ്ഞാൽ ഒരു ആക്സിഡന്റ് ഉണ്ടാകുമ്പോൾ നിങ്ങൾ ആക്സിഡന്റ് ഓർത്തിരിക്കുക എന്നുള്ളത്, അതാണ് എന്ത്? എപ്പിസോഡിക് മെമ്മറി. അപ്പോൾ നിങ്ങൾ യാത്ര പോകുമ്പോൾ അതിലെ കാര്യങ്ങളൊക്കെ ഓർത്ത് വെക്കാറില്ലേ? നിങ്ങൾ എവിടെ എത്തി, പിന്നീട് എവിടെ ലാസ്റ്റ് എവിടെ എത്തി എന്നൊക്കെ പറയുമ്പോൾ ഓരോ സംഭവം നിങ്ങൾ ഓർത്തിരിക്കാറില്ലേ? ഇതൊക്കെ നമുക്ക് എന്തിൽ ഉൾപ്പെടുത്താം? എപ്പിസോഡിക് മെമ്മറിയിൽ ഉൾപ്പെടുത്താം. ഓക്കെ, അടുത്ത ചോദ്യം, അവസാനത്തെ ചോദ്യമാണ് കേട്ടോ ഈ വീഡിയോയിൽ. താഴെ പറയുന്നവയിൽ പിയാഷെയുടെ പഠന സിദ്ധാന്തവുമായി പൊരുത്തപ്പെടാത്തത്. പിയാഷെയുടെ സിദ്ധാന്തം നമ്മൾ പഠിക്കാൻ പറഞ്ഞിരുന്നു. അസിമിലേഷൻ, അക്കമഡേഷൻ, അല്ലേ? അതുപോലെ ഓരോ ഘട്ടങ്ങൾ, കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്, അതുപോലെ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്, ഇവയൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ പിയാഷെയുടെ ആശയവുമായി പൊരുത്തപ്പെടാത്തത്, കുട്ടിയുടെ അനുഭവങ്ങളിലൂടെയാണ് അറിവ് നിർമ്മിക്കപ്പെടുന്നത്. ശരിയാണ്, അനുഭവങ്ങളിലൂടെയാണെന്ത്? അറിവുകൾ നിർമ്മിക്കപ്പെടുന്നത്. ഇച്ഛാപൂർവ്വം നടക്കുന്ന പ്രവർത്തനമാണ് പഠനം. ലേണിംഗ് ഈസ് എ കോൺഷ്യസ് ആൻഡ് ഡെലിബറേറ്റീവ് ആക്ടിവിറ്റി. ശരിയാണ്, ലേണിംഗ് എന്താണ്? അത് കോൺഷ്യസ് ആയുള്ള ആക്ടിവിറ്റിയാണ്. നിലവിലുള്ള വൈജ്ഞാനിക ഘടനയുമായി സമരസപ്പെടുന്ന ഏത് വിജ്ഞാന ഘടകവും നിരർത്ഥകമായി അനുഭവപ്പെടുന്നു. എനി നോളജ് വിച്ച് ഈസ് കൺസിസ്റ്റന്റ് വിത്ത് ദ എക്സിസ്റ്റിംഗ് കോഗ്നിറ്റീവ് സ്ട്രക്ചർ വിൽ ബി കൺസിഡേർഡ് മീനിങ്ലെസ്. അവിടെ ശ്രദ്ധിക്കുക, നമ്മൾ പുതിയൊരു നോളജ്, അല്ലേ, പുതിയ നമ്മളെ നിലവിലുള്ള കോഗ്നിറ്റീവ് സ്ട്രക്ചറിലേക്ക് പുതിയൊരു വിജ്ഞാനം കൊണ്ടുവരുമ്പോൾ അത് മീനിങ്ലെസ് ആണെന്ന് പറയാൻ പറ്റുമോ? അത് ഇതുമായി എന്ത് ചെയ്യുന്ന
സമരസപ്പെടാൻ യോജിച്ച് വരുന്നുണ്ടെങ്കിൽ നമുക്കത് മീനിങ് ഫുൾ അല്ലേ? അപ്പോൾ തീർച്ചയായും പിയാഷയുടെ ആശയത്തോട് യോജിക്കുന്നില്ല. ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ. ഇനി നോക്കൂ, പഠനവും ജീവിത വികാസവും ഒരു ജീവശാസ്ത്ര പ്രക്രിയയാണ്. ലേണിംഗ് ആൻഡ് ലൈഫ് ഡെവലപ്മെന്റ് ആർ ബയോളജിക്കൽ പ്രോസസ്. അതും പിയാഷയുടെ കൺസെപ്റ്റുമായി യോജിക്കുന്നതാണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ശരിയാവാത്തത്. തീർച്ചയായും നമ്മൾ 20 ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തു. പ്രധാനപ്പെട്ട പല ചോദ്യങ്ങളും നിങ്ങൾക്ക് ഇതിൽ കാണാം. എളുപ്പമുള്ളതുണ്ട്, പ്രയാസമുള്ളതുണ്ട്, അതുപോലെ ഒരു ശരാശരി ലെവൽ വന്ന ചോദ്യങ്ങളുണ്ട്. തീർച്ചയായും ഇതുമായി ബന്ധപ്പെട്ട ഫർദർ റീഡിംഗ് നടത്തുക. എളുപ്പത്തിൽ സൈക്കോളജി ക്രാക്ക് ചെയ്യാൻ പറ്റും. താങ്ക് യു.